കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ മുമ്പിൽ നൽകുവാൻ കർത്താവ് നാമത്തേക അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു പഠനം ഞാൻ അനേക ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 97 ഞാൻ കുവൈറ്റിൽ ഒരു ചില ദിവസങ്ങളിലെ മീറ്റിംഗിന് വരാനിടയായി. ആ സമയത്ത് പകൽ സമയങ്ങളിൽ അല്പസമയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. അത് പിന്നീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പുസ്തകമായി പുറത്തിറങ്ങും ഈ ചില മാസങ്ങൾക്കുള്ളിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കർത്തൃശുശ്രൂഷയിൽ എൻ്റെ ഏറ്റവും പ്രധാന വിഷയമായി ദൈവവചനത്തിൽ നിന്ന് എന്നെ സ്പർശിച്ചിട്ടുള്ളത് പ്രാർത്ഥന തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ പ്രയോജനമായി ഭവിക്കുവാൻ പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും നന്നായി ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏത് വിഷയം എവിടെയാണ് തുടങ്ങുന്നതെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സമയങ്ങൾ എടുക്കേണ്ട ഭാഗത്തൂടെ കയറാതെ ഒരു ചെറിയ ഭാഗത്തൂടെ പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 12-ാമത്തെ അധ്യായം നമുക്ക് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു തടവിലാക്കി. അവനെ കാപ്പാൻ 14 സേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം. സ്വർഗമങ്ങയുടെ സിംഹാസനം, ഭൂമിയുടെ പാദങ്ങൾ, ഞങ്ങൾ അവിടുത്തെ മക്കൾ. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിവിടെ അനുഭവിക്കുന്നു. എങ്കിലും സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതിനാൽ ശത്രുവിന്റെ ഒളിയമ്പുകൾ, ഞങ്ങൾക്ക് വെളിപ്പെടാത്ത തന്ത്രങ്ങൾ, ഞങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രത കളയുവാൻ, പ്രധാനപ്പെട്ട മർമ്മം ഗ്രഹിക്കാതിരിക്കുവാൻ പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികളെ, മറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് ദൈവവചനം ധ്യാനിക്കട്ടെ. സഹായിക്കാം യേശുവിന്റെ നാമത്തിൽ. ഈ ചിന്തയിലെ പ്രധാന വാക്യം 5-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. ഒന്നാമതായി ഇവിടുത്തെ സാഹചര്യം നാം മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ ചിന്ത. അതിനുശേഷം സമയമനുസരിച്ച് 5-ാമത്തെ വാക്യത്തിലേക്ക് നാം കയറും. 5-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. നൽകുന്ന നാം അതിന്റെ ആരംഭ ഭാഗം, അതായത് പശ്ചാത്തലവും ധ്യാനിക്കുകയാണ്. ഏതാണ് ഇവിടുത്തെ സാഹചര്യം?
സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലീഡേഴ്സ് ഇപ്പോൾ അറസ്റ്റിലാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞു, മറ്റേയാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവസഭയുടെ ഏറ്റവും ശക്തന്മാരായ 2 ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരാളെ കൊന്നു, മറ്റേയാളെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ സാഹചര്യം മനസ്സിലാക്കി സഭ ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു എന്നല്ല, സഭ ഒരു അടിയന്തര പ്രയർ മീറ്റിംഗ് വിളിച്ചുകൊണ്ട്. എന്തുകൊണ്ട് അവർ അങ്ങനെ ചിന്തിച്ചു? ആരാധന മുൻപിൽ എടുത്തത്? ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താ ഒരു അത്യാഹിതം നേരിട്ട, അപ്രതീക്ഷിതമായ ഒരാപത്ത് നേരിട്ടാൽ മുമ്പോട്ട് പോകാൻ മേലാകവണ്ണം വാതിൽ അടഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? ലോകം നിനക്കെതിരെ വാതിലടയ്ക്കുമ്പോൾ, ശത്രു നിനക്കെതിരെ വഴി തടയുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ വാതിലടയ്ക്കണം. വഴി ദൈവം തുറക്കും. ഇതാണ് അതിന്റെ ആകെ കൂടെയുള്ള മാർഗം. പ്രാർത്ഥിക്കാൻ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ മുൻപിൽ മാർഗതടസ്സം വന്നത്. നിന്റെ വഴി അടഞ്ഞത് അല്ലെങ്കിൽ അടച്ചത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ ഈ ആയുസ്സിൽ പഠിക്കേണ്ടതിലേക്കും പരമപ്രധാനമായ പാഠം പ്രാർത്ഥന എന്ന പാഠമാണ്. ഈ പാഠം പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ അവനെ കീഴ്പ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഇത് ഓരോ മീറ്റിംഗിലും പറയുമ്പോഴും വളരെയധികം എതിർപ്പുകളെ മാനസികമായി അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കിയാൽ അവനെ കീഴ്പ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. പക്ഷേ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവനെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിച്ച് മറ്റെന്തിലേക്കെങ്കിലും പറഞ്ഞുവിടാൻ വേണ്ടി പിശാച് അറിയാത്ത തന്ത്രങ്ങൾ, ഒരിക്കലും നമുക്ക് പിടികിട്ടാത്ത ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വിലയും കൊടുത്ത് പ്രാർത്ഥനയെ പരിപോഷിപ്പിക്കുവാൻ നാം പ്രതിജ്ഞയെടുത്തോണം. വിശേഷാൽ വ്യക്തിപരമായ പ്രാർത്ഥന ചിന്തുന്ന ഒരു വിഷയമുണ്ട്. അത് മറ്റൊരു അധ്യായമാണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പല വിശ്വാസവും പുറകോട്ടാണ്. അവരതിന് പല ന്യായങ്ങളാണ് പറയുന്നത്. സമയമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ന്യായം. അതിനെ ഈ നാട്ടിലെ രീതി വെച്ച് ഒരു പരിധി വരെ അംഗീകരിക്കാതെ നിർത്തിയിട്ടില്ല. പക്ഷേ സമയമില്ലെന്ന് ദൈവത്തോട് നമ്മൾ കൂടെ പറഞ്ഞാൽ ദൈവം സമയം ഉണ്ടാക്കി തരും. അന്നേരം പിന്നെ സമയം പോകാൻ നിർത്തിയില്ലാതെ നമ്മൾ വിഷമിച്ചിട്ടില്ല. അതുകൊണ്ട് ബിസിയാണ് ഞങ്ങളോടൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല, ദൈവത്തോട് പറയുന്നത്. ദൈവത്തോട് അങ്ങനെ കൂടെ പറഞ്ഞാൽ എന്നാ മോനെ നീ കുറച്ച് റെസ്റ്റ് എടുത്തോളം തിരക്കുന്ന തീരും നമ്മളെ. അതുകൊണ്ട് സമയം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള സമയം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഈ സമയം ഉണ്ടാകുന്നത് എങ്ങനെയാ? ടൈം ടേബിൾ ഉണ്ടാക്കിയാലേ സമയം ഉണ്ടാവുള്ളൂ. പ്രോഗ്രാം ചെയ്യണം. ഡ്യൂട്ടിക്ക് ടൈമുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാത്തിനും ടൈമുണ്ടല്ലോ. പ്രയത്നം ഏതാ? നിങ്ങളുടെ പ്രയത്നം ഏതാ? അത് ഒക്കുമ്പോ അതുകൊണ്ടാണ് ഒക്കാറുള്ളത്. നിങ്ങളുടെ പ്രയത്നം ഏതാ ഒന്ന് കാണിച്ചു. അതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഓക്കെ, നിന്റെ കാര്യം ദൈവം അങ്ങനെ പരിഗണിച്ചാൽ മതിയല്ലോ. ബൈബിൾ ആരംഭിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് പറഞ്ഞോണ്ടാ. മുഴുവൻ വായിക്കണ്ട, 2 അക്ഷരം വായിച്ചാൽ മതി. ഇൻ ദ ബിഗിനിങ് ഗോഡ്. ആരംഭത്തിൽ ദൈവമാണെങ്കിൽ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊള്ളു.
പ്രാർത്ഥന ബുദ്ധിമുട്ടാണ് പാസ്റ്ററെ. ബുദ്ധിമുട്ടില്ല, പരീക്ഷിച്ച് നോക്ക്. ദൈവം വഴികളെ ശാന്തമായി തുറന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കട്ടെ. ഇവിടുത്തെ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയല്ല, ഇതൊരു സഭയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ സഭ ഒരുമിച്ച് കൂടി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായത് സഭയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടാണ്. ശരി, സഭയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. എന്താണ് ഇപ്പോഴത്തെ സഭയുടെ പ്രശ്നം? 12:1 ഞാൻ വായിക്കാം. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈവിട്ടു. നിങ്ങളുടെ ബൈബിളിൽ ഈ ഭാഗം കണ്ടു കാണുമല്ലേ? ശരി, കണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ വാക്ക് തന്നെ ആദ്യം ശ്രദ്ധിക്കുക. ആ കാലം. തിരിച്ചൊരു ചോദ്യം, ഏത് കാലത്ത്? ഏത് കാലത്ത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. സംഭവം നടന്നു കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞ് എഴുത്തുകാരൻ ഡോക്ടർ ലൂക്ക് ഈ ഗ്രന്ഥം എഴുതുക. അദ്ദേഹം ഒരുവിധം ആ കാലത്തുള്ളത് എഡ്യൂക്കേറ്റഡായ ആളാണ്. പുള്ളി ചരിത്രം വളരെ നന്നായി സൂക്ഷിച്ചെഴുതുന്ന ആളാണെന്ന് പുള്ളിയുടെ 2 പുസ്തകമുണ്ട്. അത് രണ്ടും പഠിച്ച ബഹുമാനം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ് ആ കാലത്ത് എന്ന് പറഞ്ഞാൽ സംഭവം നടന്ന് കുറെ കാലം കഴിഞ്ഞ ശേഷം സഭയുടെ പീഡനകാലത്തെ കുറിച്ചുള്ള ഓർമ്മ തന്റെ മനസ്സിലുണ്ട്. അത് എഴുതുകയാണ്. അങ്ങനെയെങ്കിൽ അന്നത്തെ ക്രിസ്തീയ സഭയുടെ ഏറ്റവും കഷ്ടകാലമാണ് ആ കാലത്ത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോക ക്രിസ്തീയ സഭകളുടെ അവസ്ഥയോ? വാർത്തകൾ ശേഖരിക്കാമെങ്കിൽ നമുക്കറിയാം ഇന്ന് സഭ ഒരു പരിധിവരെ പീഡനത്തിലൂടെ കടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെകളിൽ പീഡ ആരംഭിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ സഭ ശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശേഷ കേരളത്തിലെ സഭ, ഇന്ത്യയിലെ സഭ പീഡനങ്ങളിലൂടെ കടക്കാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. പല സ്ഥലങ്ങളിലും ഗുരുതരമായ പീഡനങ്ങൾ നടന്നു. അതൊന്നും അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്. ഇനിയും അല്പം കൂടെ ശക്തി കൂടും. അന്ധകാര ശക്തികൾ ശക്തമായ നിലയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പീഡന പരമ്പര തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അത് ആളുകൾക്ക് തനിനിറം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും ആ കാലം എന്ന് പറഞ്ഞാൽ സഭയുടെ കഷ്ടകാലമായി. രണ്ടാമത്തെ വാക്ക് ഹേരോദാവ്. അടുത്ത വാക്ക് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കഴിഞ്ഞിട്ട്. ഒരു നിമിഷം നമ്മുടെ മനസ്സുകൊണ്ട് ഹേരോദാവിന്റെ മുഖത്തേക്ക് നോക്കുക. അയാളാണ് അധികാരമുള്ള, ശക്തിയുള്ള, ശക്തനായ ഒരു രാജാവ്. അയാൾ എന്ത് ചെയ്തു? സഭയ്ക്കെതിരെ കൈനീട്ടി. കൈനീട്ടി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? അയാളുടെ അധികാരം ഉപയോഗിച്ചു. അയാളൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് പ്രയോഗം, ഇല്ലെങ്കിൽ മൗനാനുവാദം കൊടുക്കുകയാണ്. സഭയ്ക്കെതിരെ കൈനീട്ടി. കൈനീട്ടിയെന്ന് പരിശുദ്ധന്മാർ എഴുതിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി. സഭയ്ക്കെതിരെ ഹേരോദാവ് കൈനീട്ടിയാൽ ആ കയ്യെ തടുക്കുവാൻ സഭയുടെ അംഗങ്ങൾക്ക് ആരുമില്ല, കഴിവില്ല. ബലവാനും ബലഹീനൻ തമ്മിലാണ് യുദ്ധം. സഭയ്ക്കെതിരെ രാജാവ് കൈനീട്ടിയാൽ പാവപ്പെട്ട ദൈവത്തിന് എന്ത് ചെയ്യും? ഓക്കെ, സഭയ്ക്ക് വേറൊരു കൈപരിചയമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പ്രസംഗിച്ചതാണ് ഏതോ മീറ്റിംഗ്. യഹോവയുടെ വലക്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലക്കൈ വീര്യം പ്രവർത്തിക്കണം. ഹേരോദാവിന്റെ കൈ സഭയ്ക്കെതിരെ ഉയരുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഒരു കൈ ഉയർന്നു നിൽപ്പുണ്ട്. സഭയ്ക്കെതിരെ ഒരു കൈ ഉയർന്നിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഉയർന്ന കൈ അവൻ കണ്ടാൽ മതി. അവൻ കർത്താവിന്റെ കൈ സഭയ്ക്ക് അനുകൂലമായി ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, യാതൊരു ശക്തിക്കും കഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് സമയം വർദ്ധിപ്പിച്ചത്. താഴ്ത്തു വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. വാക്യം 2.
യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അപ്പോൾ ശക്തമായ പീഡനമാണ്. ആരാണ് യാക്കോബ്? ഇവിടെ പറയുന്നത് യോഹന്നാന്റെ സഹോദരൻ. യാക്കോബിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? സഭാചരിത്രന്മാർ പറയുന്നത് യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതാണ്. ആദിമ സഭയിലെ അപ്പോസ്തലന്മാരിൽ ലീഡേഴ്സിൽ ഈ അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസംഗമല്ലായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ അടക്കുവാൻ എടുത്തുകൊണ്ട് പോയവർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രത്യേക കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുട്ട് ഒട്ടകത്തിന്റെ മുട്ട് പോലെയായിരുന്നുവെന്ന് സഭാചരിത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. യാക്കോബിന്റെ പേര് ഒട്ടകമുട്ടുള്ളവനാണ്. എന്താ അതിന്റെ കാര്യം? അദ്ദേഹം ദീർഘമണിക്കൂറുകൾ മുട്ടുമേൽ നിൽക്കുമായിരുന്നു. കർത്താവായ യേശു മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. കടപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി പുസ്തകത്തിൽ വായിക്കുന്നു. ആമേൻ. മുട്ടിന്മേൽ തഴമ്പ് ഉണ്ടായാൽ ഹൃദയത്തിൽ തഴമ്പ് ഉണ്ടാകാതിരിക്കും. മുട്ടിന്മേൽ തഴമ്പുണ്ടെങ്കിൽ മനസ്സാക്ഷിക്ക് തഴമ്പ് വരാതിരിക്കും. യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഹേരോദാവ് സഭയ്ക്കെതിരെ കൈനീട്ടി യാക്കോബ് നിൽക്കുന്നു. ഹേരോദാവ് എന്ന വ്യക്തിക്ക് ഇവിടെ സഭയെ പീഡിപ്പിക്കുന്ന കാര്യമില്ല. സഭയെ പീഡിപ്പിക്കുന്ന ആവശ്യം ഒരു മനുഷ്യർക്കുമില്ല. അക്ഷരാർത്ഥത്തിൽ നാം പഠിച്ചാൽ സഭയെ ഉപദ്രവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹേരോദാവിനില്ല. കാരണം വ്യക്തിപരമായ അദ്ദേഹത്തോട് ഒരു ഉപദ്രവവും സഭ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ സഭയെ ഉപദ്രവിച്ചത് ആര്, എന്തുകൊണ്ട്? ഹേരോദാവ് ഏതോ ഒരു വ്യക്തിയാണ്. ഇയാളെ ഉപയോഗിച്ചത് പിശാചാണ്. സഭയ്ക്ക് ഒരൊറ്റ എതിരാളിയേ ഉള്ളൂ, വേറെ ആരുമില്ല. അതെവിടെ എഴുതിയിരിക്കുന്നു? മത്തായി സുവിശേഷം 16:16 വായിച്ചു വരുമ്പോൾ ആ വാക്യം നിങ്ങൾ കിട്ടും. ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മളതിനകത്ത് ജയിക്കുകയില്ലെന്നുള്ള വാക്യം കണ്ട കാരണം ധൈര്യപ്പെട്ടിരിക്കുക. ജയിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുദ്ധം ഉണ്ടെന്നാണ്. യുദ്ധമുണ്ട്. ഞാൻ എന്റെ സഭയെ പണി, അവസാനം വരെ യുദ്ധം ഉണ്ടായിരിക്കും, പക്ഷെ ജയിക്കില്ലെന്നേ ഉള്ളൂ. ജയം കർത്താവിനാണ്, പക്ഷെ യുദ്ധം ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവിന്റെ സഭയ്ക്ക് എതിരെ ആരെന്ന് കൈ നീട്ടിയാൽ ഓർത്തോണം, അത് പിശാചാണ്. മനുഷ്യനെ ആ പിശാച് ഉപയോഗിക്കുന്നത്. പിശാച് നേരിട്ട് ഒന്നും ഇത് ചെയ്യുന്നില്ല, ഏതെങ്കിലും വ്യക്തികൾക്കുള്ള ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളോടൊരു ഭീഷണിയുടെ മെസ്സേജ് നിങ്ങളോട് പറയുന്ന ഒരു മനുഷ്യനാണ്, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കും. അയാളെ പിശാച് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ പിശാച് ഉപയോഗിക്കുന്നത് മനുഷ്യനെയാണ്, പക്ഷെ ഇതിന്റെ പിന്നിലെ കക്ഷി പിശാചാണ്. ദൈവസഭയിലെ യാതൊരു അംഗങ്ങളെയും ഉപദ്രവിക്കേണ്ട ഒരാവശ്യം മനുഷ്യർക്കില്ല. കാരണം ഇതുപോലെ നിരുപദ്രവകാരികളായ ഒരു സമൂഹം ലോകത്തിലുണ്ട്. സത്യത്തിൽ സൂക്ഷിച്ചു പഠിച്ചാൽ ഒരു ഉപദ്രവവും ആർക്കും ചെയ്യാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥ ദൈവസഭ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവരെ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പ്രമാണമെങ്കിലും ഉണ്ടല്ലോ. കുറഞ്ഞ പക്ഷം പ്രമാണമെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ പ്രമാണമുള്ള ആരോ ആരുമില്ല. ശത്രുവിനെ സ്നേഹിക്കാൻ പുസ്തകം എഴുതി കൈ കിട്ടിയിട്ടുള്ള വേറെ ആർക്കുണ്ട്? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് പഠിപ്പിക്കുന്ന പ്രമാണമല്ലേ ഇത്? അങ്ങനെയെങ്കിൽ യഥാർത്ഥ ദൈവസഭ നിരുപദ്രവകാരിയാണ്. ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല, പിന്നെയും നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആർക്കെങ്കിലും ദൈവസഭയെ കൊണ്ട് ഗുണമേ ഉണ്ടാകുന്നുള്ളൂ, ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല. നന്മ മാത്രം പഠിപ്പിക്കുന്ന, നന്മ മാത്രം പ്രസംഗിക്കുന്ന വിഭാഗം. എങ്കിൽ ഇതിനെ മനുഷ്യനെതിരെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇതിനെ ഉപദ്രവിക്കുന്നത് മനുഷ്യനല്ല, പിശാചാണ്. ഓരോ ഉപവാസ പ്രാർത്ഥനയും ശത്രുവിന് വലിയ അപകടമാണ്. ഓരോ കൺവെൻഷനും പിശാചിന്റെ കോട്ടയ്ക്ക് ബോംബ് വീഴുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആത്മീയ പ്രവർത്തനങ്ങളിലും മുറിവേൽക്കുന്ന ഒരുവനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയിലും വെട്ടേൽക്കുന്ന, മുറിവേൽക്കുന്ന ഒരുവനുണ്ട്. അവൻ സഹിക്കുന്നില്ല, അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവസഭയിലെ ഏതൊരു വ്യക്തിക്കുമെതിരെ ഉണ്ടാക്കുന്ന സകല പ്രശ്നത്തിന്റെയും കക്ഷി ഒന്നാം പ്രതി പിശാചാണ്. അതിനു വേണ്ടി അവൻ ചിലരെ കയ്യിലെടുക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് മാംസ
മാംസത്തോടും രക്തത്തോടും കൂടെ സഞ്ചരിക്കുന്ന കാണാവുന്ന ജീവികളോടല്ല എന്നാണ് ശരിയായ തർജ്ജമ. നമുക്ക് പോരാട്ടമുള്ളത് മാംസത്തോടും രക്തത്തോടും കൂടെ സഞ്ചരിക്കുന്ന ദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജീവികളോടല്ല. പ്രത്യുത ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും അദൃശ്യ ലോകത്തിൽ സിസ്റ്റമാറ്റിക്കായി വ്യാപരിക്കുന്നതുമായ ഒരു ഇരുട്ടിന്റെ ശക്തിയോടാണ് നമുക്ക് യുദ്ധമുള്ളതെന്നുള്ള വാക്യം സൂക്ഷിച്ചു പഠിക്കേണ്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് യാതൊരു മനുഷ്യനോടും സഭയ്ക്ക് വഴക്കില്ല, സഭയോടും വഴക്കില്ല. പക്ഷേ ആരെയൊക്കെയോ അതാത് കാലങ്ങളിൽ പിശാച് ഉപയോഗിക്കുന്നു. ഹെരോദാവിനെ അന്ന് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് മറ്റൊരാളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പക്ഷേ ജഡീകങ്ങളല്ലെന്നോർത്ത് ശക്തി കുറഞ്ഞതല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷെ ശക്തിയുള്ളതാണ്. ശക്തിയുള്ളതാണ്. എന്തിന് ശക്തി? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. ഏത് കോട്ട? ഏത് കോട്ടയും ദൈവസഭയ്ക്കെതിരെ കെട്ടുന്ന കോട്ട എത്ര ശക്തമാണെങ്കിലും ആത്മീയ ആയുധം ഉപയോഗിച്ച് ഇടിക്കാൻ കഴിയും. നിശ്ചയം. സ്തോത്രം. സ്തോത്രം. ഉദാഹരണം, കോട്ട കെട്ടാൻ വർഷങ്ങളെടുത്തു, ഇടിക്കാൻ സെക്കൻഡുകൾ മതി. പാരമ്പര്യത്തിന്റെ കോട്ടകൾ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരിക്കും. ഇടിഞ്ഞു വീഴാൻ അരമണിക്കൂർ ആരാധന മതി. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ശത്രു കെട്ടിയിട്ടിരിക്കുന്ന കോട്ടകൾ നിങ്ങളുടെ തലമുറയിലെ പ്രാർത്ഥനയാൽ ഇടിച്ചു വീഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ പോലിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. എനിക്കോ കോട്ട കെട്ടിയത് എത്ര വർഷമല്ല. ആ കോട്ട മതിലിന്റെ പുറത്തൂടെ 4ലധികം വാഹനങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ള രീതി ഉണ്ടായിരുന്നു. ആ മതിൽ കെട്ടിയത് എത്ര കൊല്ലം കൊണ്ടായിരിക്കും അറിയാമല്ല. പക്ഷെ ഇടിച്ചത് എത്ര കൊല്ലം കൊണ്ടാന്ന് പറയാം. ഇടിച്ചത് ഒരു സെക്കൻഡ് കൊണ്ട്. ആർപ്പിടുവീൻ എന്നൊരു അനൗൺസ്മെന്റ് വന്നു. അവർ ആർപ്പിട്ടു. ആ ആർപ്പിട്ടപ്പോ അവർ ഉപയോഗിച്ച ശബ്ദം എന്നായിരിക്കും എന്ന് ഊഹിക്കാവോ? അല്ലെങ്കിൽ തന്നെ ആയിരിക്കും എന്റെ വിശ്വാസം. ആർപ്പിടുവീൻ എന്ന് പറഞ്ഞു. ആർപ്പിടുക എന്ന് പറഞ്ഞാൽ ആർപ്പിടുവീൻ എന്ന് പറയുകയാണോ? അല്ല. പിന്നെ എന്നാ രാഷ്ട്രീയക്കാരാണ് ഇൻക്ലാബ് എന്ന് പറയും. എന്തായിരിക്കും അവർ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ പറഞ്ഞത് തെളിയിക്കാം. സങ്കീർത്തനത്തിലുണ്ട് യഹോവയ്ക്ക് ആർപ്പിടുവീൻ. അന്നേരം എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും എല്ലാവരോടും കൂടി ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോ അതിനോട് അറിയില്ല. ഇടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണാൽ ഇവരുടെ മേത്ത് വീഴില്ലേ? ഇവർക്ക് അവിടെ ഉണ്ടാകും. വലിയ സംഭവമാണ് നടന്നത്. കോട്ട കിട്ടാൻ വർഷങ്ങളെടുക്കും. പക്ഷെ ഇടിക്കാൻ സെക്കൻഡിൽ മതി. ഇടിക്കാൻ സെക്കൻഡിൽ മതി. അപ്പോൾ നമ്മുടെ ശത്രു ആത്മാവായതുകൊണ്ട് നമ്മുടെ യുദ്ധം ആത്മാവിൽ അടിക്കണം. നമുക്കെതിരെയുള്ള അറ്റാക്ക് ശരീരം കൊണ്ടല്ലാത്തതിനാൽ നമ്മൾ അതിനെതിരെ പൊരുതേണ്ടത് ശരീരം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവമകൻ അവനെതിരെ വരുന്ന മുഴുവൻ ആക്രമണങ്ങളെയും ആത്മാവിന്റെ ആയുധം കൊണ്ട് എതിർക്കാൻ നോക്കിയാൽ അവൻ വിജയിക്കും. ജഡത്തിന്റെ ആയുധം കൊണ്ട് എതിർക്കാൻ നോക്കിയാൽ അവൻ തോറ്റു പരാജയപ്പെട്ട് തകർന്നു പോകും നിശ്ചയം. അതുകൊണ്ട് ജഡത്തിന്റെ ആയുധത്തിൽ ആരും യുദ്ധം ചെയ്യരുത്. നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ നേരെ വരുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും ആത്മീയ ആയുധം കൊണ്ട് എതിർക്കുക. ആത്മീയ ആയുധം കൊണ്ട് എതിർക്കുക, ജഡത്തിന്റെ ആയുധം കൊണ്ട് എതിർക്കുക. വ്യക്തിപരമായി നമുക്കിതിലെ വരുന്ന മുഴുവൻ വിഷയങ്ങളെയും നമ്മൾ മാനുഷിക മണ്ഡലത്തിലാണ് കാണുന്നത്. അതിനെ ആത്മീയ മണ്ഡലത്തിൽ കാണാൻ തുടങ്ങിയാലേ ആത്മീയമായി നമുക്കതിനെ മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. അവിടെ നമുക്ക് ആത്മീയമായി അതിനെ യുദ്ധം ചെയ്യാൻ ഒക്കുള്ളൂ. നമ്മുടെ നേരെ വരുന്ന സാമ്പത്തിക പ്രശ്നം, നമ്മുടെ നേരെ വരുന്ന ആരോഗ്യ പ്രശ്നം, നമ്മുടെ നേരെ വരുന്ന കുടുംബ പ്രശ്നം, നമ്മുടെ നേരെ വരുന്ന അയൽക്കാരുടെ പ്രശ്നം, ഓഫീസിലെ പ്രശ്നം, ഇതിനെയെല്ലാം നമ്മൾ മാനുഷികമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിനൊരു മാനുഷിക വശമുണ്ടെങ്കിലും നീ ഒരു ആത്മീയനാണെങ്കിൽ നീ ആത്മീയമായിട്ട് കാണുക. എങ്കിലും അതിന് ആത്മീയ അതിനെ ഉപയോഗിച്ച് നോക്ക്, അതിനെ ആത്മീയമായി പഠിച്ചു നോക്ക്, അതിനെ ആത്മീയമായി വിലയിരുത്തി നോക്ക്, അതിനെതിരെ ആത്മീയമായി അറ്റാക്ക് നടത്തി നോക്ക്. വിജയം കാണും. മാനുഷികമായി നീ അതിനെ കാണുന്നിടത്തോളം കാലം അത് പിന്നെയും കുടുക്കായിട്ട് മാറുകയുള്ളൂ. അതിന് വിടുതലില്ല. ഏതൊരു ഭക്തന്റെ നേരെ വരുന്ന മുഴുവൻ വിഷയങ്ങളെയും ആത്മീയ ആയുധം കൊണ്ടേ എതിർക്കാവുള്ളൂ. ഭക്തൻ രാഷ്ട്രീയ ആയുധം, ബുദ്ധിയുടെ ആയുധം, പണത്തിന്റെ ആയുധം, ജഡത്തിന്റെ ആയുധം ഉപയോഗിച്ച് അവൻ തോറ്റോണ്ടേയിരിക്കുക തലമുറകളായിട്ട്. ആത്മീയ ആയുധം ഉപയോഗിച്ചാൽ ജയിക്കാൻ പറ്റും. ഓക്കെ,
യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചു. യാക്കോബിനെ കൊന്നു. അടുത്ത പ്രയോഗം ആ യഹൂദന്മാർക്ക് പ്രസാദമായി കണ്ടവൻ പത്രോസിനെ പിടിച്ചു. യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ പിടിച്ചു. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. പത്രോസാണ് നോട്ടപ്പുള്ളി. പത്രോസിനെ പിടിക്കാൻ വേണ്ടിയാണ് യാക്കോബിനെ പിടിച്ചത്. കാരണം പത്രോസ് അന്നത്തെ ഏറ്റവും ഫേമസ് പ്രീച്ചർ, ക്രൂസൈഡുകളിലെല്ലാം പ്രസംഗിക്കുന്ന ആളാണ്. ഒരു യോഗത്തിൽ 3000, 4000, 5000 പേരാണ് സ്നാനപ്പെടുന്നത്. സമ്മതിക്കുന്നതല്ല, സ്നാനപ്പെടുന്നത്. അപ്പൊ പത്രോസിന്റെ ഒരു ചോട്ട മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5000 പേര് സംബന്ധിക്കുന്ന. മനസ്സിലാക്കുക. ഈ പുള്ളിക്കാരനെ പിശാച് നോട്ടപ്പുള്ളി ആക്കിയിരിക്കുക. ഇവനെ ഇനി അധികകാലം വെക്കാൻ പാടില്ല. ഇവൻ ദേശത്തെ മുഴുവൻ വീഴണം. അപ്പൊ ഇവനെ പിടിക്കാനുള്ള മാർഗം എന്നറിയോ? ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനെ പിടിക്കുക. ആദ്യം സ്റ്റേവകൾ കട്ടിയില്ല, എന്നാലും പോസ്റ്റ് മറിക്കാനുള്ള പിശാച് സിസ്റ്റമാറ്റിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉഴക്കുക. ആദ്യം പ്രാർത്ഥനക്കാരനെ നോട്ട് ചെയ്യുന്നത്. ആത്മീയ മണ്ഡലത്തിൽ യുദ്ധം അറിയാവുന്നവർക്കറിയാം, ഏറ്റവും കൂടുതൽ എതിർപ്പുകളെ അതിജീവിക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യരാണ്. നിരന്തരം പോരാട്ടത്തെ അഭിനയിക്കുന്നത് പ്രായത്തിലേക്കുള്ളവരാണ്. പക്ഷെ അവർക്ക് ജയമുണ്ട്, ദൈവത്തോടും ജയമുണ്ട്. അപ്പൊ യാക്കോബിനെ കൊന്നിട്ട് വേണം പത്രോസിനെ പിടിക്കാൻ. ഉടനെ ഒരാൾ സംശയം ചോദിച്ചതാ, അപ്പോ പ്രാർത്ഥനാ മനുഷ്യനാകാതിരിക്കുകയാണല്ലോ നല്ലത്, കൊല്ലാതിരിക്കുക. കൂടുതൽ പ്രാർത്ഥിക്കാൻ പോയതുകൊണ്ടല്ലേ വേഗം മരിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ യാക്കോബിന്റെ മരണം നഷ്ടമാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. തെറ്റ്. യാക്കോബിന്റെ മരണം നേട്ടമാണ്. യാക്കോബ് പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് യാക്കോബിനെ എന്ന് കൊന്നു എന്ന് അർത്ഥമെടുക്കരുത്. ഈ രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ നിങ്ങളെ എന്നെ ഒന്നും കൊണ്ടുവരാറായിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് രക്തസാക്ഷി ആയിരുന്ന കാര്യത്തിൽ ആരും പേടിക്കണ്ട. രക്തസാക്ഷി ആക്കുകയില്ല, നമുക്കതിന് യോഗ്യതയില്ലല്ലോ. സ്വർഗത്തിൽ ചെയ്യുമ്പോഴല്ലേ രക്തസാക്ഷിയൊക്കെ ആരാണ് നമ്മൾ അറിയാവുന്നത്. വീട്ടിൽ പോയി വായിച്ചു 1 കൊരിന്ത്യർ 15-30 മുതൽ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. അപ്പൊ 3 ക്വാളിറ്റി വെളിച്ചങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തീർന്നില്ല. 4-മത്തേത് നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ. അടുത്ത വാക്യം, ഇതുപോലെയാകുന്നു പുനരുത്ഥാന ശരീരങ്ങൾ. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ വോൾട്ടേജ് വ്യത്യാസം കാണുന്നു. ചിലതൊക്കെ 0 ബൾബായിട്ട് ഇങ്ങനെ കാണും. അപ്പൊ ചിലത് പറയുന്നത് എന്ത് ഇത്രയും വാട്ടം ഉയർത്തി കിട്ടിയാൽ മതി. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇതുപോലെയാണ് മനുഷ്യരുടെ പുനരുത്ഥാനം. അങ്ങനെയെങ്കിൽ സ്തേഫാനോസിന്റെ തേജസ് വേറെ, പൗലോസിന്റെ തേജസ് വേറെ, പത്രോസിന്റെ തേജസ് വേറെ, യാക്കോബിന്റെ തേജസ് വേറെ. നമ്മളൊക്കെ അവിടെ ഇങ്ങനെ വല്ല വെളിയിൽ പോലെ ഇരിപ്പുണ്ടാവും. അപ്പോൾ പ്രൊമോഷൻ കൊടുക്കാനുള്ള യോഗ്യത യാക്കോബിനുണ്ടെന്ന് ബോധ്യം വന്നപ്പോൾ യാക്കോബിനെ എടുത്തത്, ആ ചാൻസ് കൊടുത്തു. സ്തേഫാനോസിനെ ദൈവത്തിന് അത്ര ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ചാൻസ് കൊടുത്തു. പത്രോസിനെ അതിനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ട് ആ കൊടുത്തോട് നീട്ടി കൊടുത്തു. നഷ്ടമല്ല, നിത്യതയെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടോ. ഭൂമിയിലെ കണക്കാണ് നഷ്ടം. ഭൂമിയിലേക്ക് വേണ്ടി ആ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ സ്തേഫാനോസിനെ പോലെ മണ്ടൻ ലോകത്തില്ല, പൗലോസിനെ പോലെ കിട്ടി ഭൂമിയിലില്ല. നമ്മളൊക്കെ പ്രവർത്തിക്കുവാനാണ്. നിത്യതയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിൽ ഇത് വെറും നിസ്സാരമല്ലേ. ഇവിടുത്തെ എത്രയുണ്ട്. ഇവിടുത്തെ കാര്യം ശരിയായിട്ട്
അനലൈസ് ചെയ്താൽ എല്ലാം ഒരുതരം മണ്ടത്തരമാണ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയാ, പിള്ളേരെ അധികം പഠിപ്പിക്കാതിരിക്കുകയായിരുന്നു നല്ലത്. ഒരെണ്ണം വീട്ടിലുണ്ടേ അത് പഠിപ്പിക്കുന്നവരോട് ചോദിച്ചാൽ എന്ത് പാടുപെട്ട് അവിടെ കടം മേടിച്ച് പട്ടിണികളാണ് പഠിപ്പിക്കുന്നത്. എല്ലാം പഠിച്ച ഒരു ലെവലിലെത്തി കഴിയുമ്പോൾ ഇപ്പൊ ഒരൊറ്റ എണ്ണം കുടുംബത്തില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ഫോൺ വിളിക്കും. ഇനിയിപ്പോ മരിച്ചു കഴിയുമ്പോൾ കരഞ്ഞ് 2 കാത്ത് നിന്നോട് അയക്കുകയും ചെയ്യും. അപ്പൊ കണക്ക് നോക്കിയാൽ ഇതെല്ലാം ഒരു തരം നട്ടക്കച്ചവടം ഒന്നും ഇതിനകത്ത് എന്നെ വളരെ പിള്ളേരെ പഠിച്ചിട്ട് ഒടുവിലൊന്ന് വിശ്രമിക്കാമെന്ന് നോക്കായിരുന്നു ആദ്യത്തെ പരിപാടി. ഒടുവിൽ ഒട്ടും വിശ്രമമില്ലാതെ നിത്യതയൊന്നും ഇല്ലെങ്കിൽ ഇത് വെറും ഒരു തരം വെടിതരോ. മുമ്പേ നമ്മൾ പാടി, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയും, ലോകം വെറുത്തവരുടെ വില അന്നാളിൽ നാം അറിയും. അതെ, യാക്കോബ് ശോഭിക്കും നിശ്ചയം. യാക്കോബ് തന്റെ ശിശുത്വത്തിലേക്ക് കടന്നുപോയി. ശരി, പത്രോസിനെ പിടിച്ചു. ഇവിടെ ഞാനൊരു ആലോചന പറയട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനെ നീക്കി അത് പോയി. ഇന്ന് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രസംഗികളെ അല്ല, പ്രാർത്ഥനാവീരന്മാരെയാണ്. രാത്രിയിൽ എഴുന്നേറ്റിരുന്ന 1-2 മണിക്കൂറുകൾ ദൈവ സഭയെ, ദൈവ വേലക്കാരെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. അവരിൽ പലരും നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നിങ്ങളിൽ ചിലരെങ്കിലും ഈ സഭയിൽ തീരുമാനമെടുത്താൽ നല്ലതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്താൽ നല്ലതാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു, ഏറെക്കുറെ എത്ര ആളുടെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം? 100 പേരുടെ പേര് ലിസ്റ്റിലുള്ള എത്ര പേരുടെ കൈവക്കണം? 200, 300, 500, 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടോ? ഇതിനെല്ലാം കൂടി ഒരു എളുപ്പവഴിയുണ്ട്. ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർക്കായി ഇതുപോലെ ദൈവത്തിന് നമ്മൾ സ്തോത്രം അർപ്പിക്കും. കോടാനകോടി സ്തോത്രം. എന്തെളുപ്പാല് ഒറ്റ സ്തോത്രം നമുക്ക് ചെലവുള്ളൂ. 1000 സ്തോത്രം ദൈവത്തെ എണ്ണി എടുത്തോണ്ടെന്നാണ് സ്തോത്രം. ഇതൊക്കെ നമ്മൾ എളുപ്പവഴിയേ ഉള്ളൂ. കോടാനകോടിയൊന്നും നമ്മൾ ഇത് ജനിച്ചിട്ട് ഇത്ര കാലത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ 3 എണ്ണം പറയും. പിന്നെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ 4 എണ്ണം പറയും. ഇതല്ലേ ആളുകൂടെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ലക്ഷം കോടാനകോടിയൊക്കെ ചുമ്മാ പറയുക. അതുകൊണ്ട് ഇതിനോട് എണ്ണി പറഞ്ഞു നോക്കും. രാത്രി വൈകുന്നവരെ ഒരു 100 സ്വന്തം ഒന്നെണ്ണി നോക്കും. 100 വളരെ ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ മാക്സിമം ആളുകളെ ചേർക്കുക. മാക്സിമം ആളുകളുടെ പേര് എഴുതി ചേർക്കുക. പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന കടലാസ്. ഇനി പാലൊന്നും ഇട്ട് പ്രാർത്ഥന നടക്കുകയില്ല. പേര് പറഞ്ഞ് സ്തോത്രം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ദൈവത്തിന്റെ എല്ലാം ഒരു ചെറിയ ആവശ്യം നിനക്ക് മടങ്ങില്ല. ഇതിന്റെ എല്ലാം ഒരു ചെറിയ ആവശ്യം നിനക്ക് മടങ്ങില്ല. ഈ തന്നെ ദൈവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതി വേറെ വരുത്തി. നീ നിന്റെ വിഷയം തൽക്കാലം നിർത്ത്. 1000 പേർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുക. പിറ്റേ ദിവസം കാണാം നിന്റെ കാര്യങ്ങൾക്ക് നീക്കിപ്പോക്ക് വരുന്ന കാണാം. അതിനെല്ലാം ഒരു പേഴ്സൺ ദൈവം നിനക്ക് നന്മയ്ക്കായി കണക്കെടുക്കും. അറിഞ്ഞ മുഴുവൻ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവുന്ന ദൈവദാസന്മാരുടെ പേരെഴുതി വെച്ച് സ്തോത്രം ചെയ്യുക. അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. പ്രയർ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ദത്തെടുക്കുക. അവർക്ക് വേണ്ടി ഞാൻ ആയുസ് മുഴുവൻ പ്രാർത്ഥിക്കുന്ന തീരുമാനമെടുക്കുന്ന വിശുദ്ധന്മാരോട് ഭൂമിയില്ല. ഞാൻ സ്തോത്രം ചെയ്യുമോ? പ്രാർത്ഥിക്കാമോ? എങ്കിലതൊരു വലിയ സംഗതിയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാവുന്നതിലേക്ക് വലിയ കാര്യമാണ്. എല്ലാവരും ഉണർന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു 1/2 മണിക്കൂർ സ്തോത്രം ചെയ്യുക. 1/2 മണിക്കൂർ ആളുകളുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുക. വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ആ കൂട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി
സുവിശേഷം പറയാൻ പേടിയാണ് പറയുക. പേടിയാണെങ്കിലും നല്ല ഓരോന്നിനും ഓരോ നിയമമുണ്ടല്ലോ. വളരെ ആലോചിച്ചപ്പോൾ നിൽക്കുന്ന സ്ഥലമായത്. ഓക്കെ, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ? പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ? രാത്രി എഴുന്നേറ്റ് രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഈ രാഷ്ട്രത്തെ മുഴുവൻ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷമാണ് ഏകരക്ഷമാർഗമെങ്കിൽ ശ്രദ്ധിക്കണം. സുവിശേഷമാണ് ഏകരക്ഷമാർഗമെങ്കിൽ, യേശുവാണ് ഏകരക്ഷകനെങ്കിൽ, യേശുവിൽ കൂടി അല്ലാതെ ആരും നിത്യതയിൽ എത്തുന്നില്ലെങ്കിൽ ഈ സത്യം ഇവർക്ക് വെളിപ്പെടാൻ കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കുകയും ചെയ്യതേ. കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കുകയും ചെയ്യതേ. ദൈവം വഴി തുറക്കും. ദൈവം വഴി തുറക്കും. ദൈവം വഴി തുറക്കും. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ പേരേതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ സഭയിലോട്ട് ആരും വരികയില്ല, അത് പ്രതീക്ഷിക്കാൻ വേണ്ട. പക്ഷെ ദൈവം വഴി തുറക്കും. നമ്മുടെ ഈ കുടുസ് ചിന്താഗതി നമുക്ക് പലപ്പോഴും ദോഷം തന്നെ. നമ്മുടെ സംഘടനയ്ക്കകത്ത് വന്നില്ലെങ്കിൽ പിന്നെ വരിക വേണം. പരിപാടികളാണ്. ദൈവം അവനെ സന്ദർശിക്കട്ടെ. നമ്മൾ ഉടുക്കുന്നവരെ തുണി ഉടുക്കണമെന്നൊന്നും നിർബന്ധിക്കരുത്. കൾച്ചറൽ ചേഞ്ച് അല്ല വീട്ടിൽ ചെന്നെന്ന് പറയുന്നത്. അല്ല, സാംസ്കാരിക മാറ്റമല്ല വീട്ടിൽ ജനം. ഹൃദയത്തിന് മാറ്റം വരട്ടെ. ദൈവപുത്രനെ കണ്ടെത്താനിടയാകട്ടെ. നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കണം, നമ്മൾ എടുക്കുന്നത് തുണി എടുക്കണമെന്നുള്ളതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവപുത്രനെ കുറിച്ച് വെളിപ്പാട് കിട്ടുവാൻ പ്രാർത്ഥിക്കുക. ഒരു കുറച്ച് നാള് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാവോ? എങ്കിൽ എണ്ണിക്കോ മാസങ്ങൾ കഴിയുന്ന ദൈവം ചില വഴികളൊക്കെ ദൈവം ചില വഴികളൊക്കെ കൊറിയയിൽ ഉണർവായിരിക്കുന്നത് ദൈവമല്ലേ? വെയിൽസിൽ ഉണർവായിരിക്കുന്നത് ദൈവമല്ലേ? എങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ആദ്യ ദൈവം പ്രേരണ തരും. അതിന്റെ അർത്ഥം ഒരു കാറ്റ് പുറകെ വരുന്നുണ്ടെന്നാണ്. പ്രാർത്ഥനയ്ക്കായി ആരെങ്കിലും എവിടെയെങ്കിലും എഴുന്നേക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഉണർവിന്റെ ആരംഭം ഉണ്ടെന്നാണ്. ദൈവം ഒരു കാറ്റ് ദേശത്തേക്ക് അയക്കാൻ പോകുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് പ്രാർത്ഥിക്കാൻ ജനങ്ങൾക്ക് പ്രേരണയുണ്ടാകുന്നത്. സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർ കടന്നുപോയി. യാക്കോബ് മരിച്ചുപോയി. പത്രോസിനെ പിടിച്ചു. പത്രോസിനെ തടവിലാക്കി. ഇത്രയായപ്പോൾ സഭ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. ഇനി നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. കുറച്ച് ദിവസം തടവിൽ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ജനത്തിന് മുമ്പിൽ നിർത്താൻ ഭാവിച്ചു. അപ്പോൾ സഭ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ സഭ ഒരു പ്രയർ അനൗൺസ് ചെയ്തു. ഇനി നമ്മളൊരു തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള ഭാഗമായി നമ്മൾ പഠിക്കാൻ പോകണം. ഈ പ്രയർ അനൗൺസ് ചെയ്തത് ആരാണ്? വിളിച്ചു കൂട്ടിയത് ആരാണ്? അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. 5-ാം വാക്യമായിട്ട് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. ഈ പ്രയർ അനൗൺസ് ചെയ്തത് ആരാണ്? ലീഡർ സാധിക്കുന്ന നിലയിലില്ലല്ലോ. ശരി, ഞാൻ ചില ചിന്തകൾ ഈ വചനത്തിൽ നിന്ന് കണ്ടെത്തിയതെന്നോട് പറയാം. അതായത് 12-ാം വാക്യം വായിച്ചു ഞാൻ വായിക്കാം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപടിയിലുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ഈ വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. മർക്കോസിന്റെ മാളിക മോളി. പുതിയ നിയമസഭ ആദ്യം കൂടി വന്നുകൊണ്ടിരുന്ന ഈ വീട്ടിലാണ്. ചില സൗകര്യമുള്ള വീടാണ്. ഈ വീടിന് എല്ലാ സ്ഥലത്തും പേരെന്നാ മതിയാവോ? മർക്കോസിന്റെ വീടാണ്. ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ആ വീടിന്റെ പേര് മറിയയുടെ വീടാണ്. മറിയ എങ്ങനെയായിരുന്നു അല്ലേ? മറിയയുടെ വീടാണ്. 2 13-ാം വാക്യം. അവൻ പടിപ്പുരവാതിൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരന് വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചു. പത്രോസ് കയറി വന്ന വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നത് ആരാണ്? ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ഇതെല്ലാം അടച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നൊരാൾ വാതിൽ മുട്ടിയാൽ വിശേഷിച്ചൊരു ഭീകര അന്തരീക്ഷം കൂടി ആണെങ്കിൽ ആരായിരിക്കും അത് തുറക്കാൻ പോവുക? ഈ യോഗത്തിന്റെ ലീഡേഴ്സ് ആരെങ്കിലും. അതെ, ഈ യോഗത്തിന്റെ സംഘാടകരാരെങ്കിലും അത് തുറക്കാൻ പോകും. ഇത് ഒരു പെൺകുട്ടിയെ കഥ തുറക്കും. 2 മറിയയുടെ വീടെന്നാണ് എന്റെ വീടിന്റെ പേര്. 3 അവർ അവളോട് നിനക്ക് കാണുന്നത് പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു.
അവർ മിണ്ടാതിരിപ്പാൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച് വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞ് പിന്നെ അവൻ പുറപ്പെട്ട വ്യവസ്ഥ. അപ്പോൾ ലീഡേഴ്സ് ആരും അവിടെ ഇല്ല. അവരോട് പറഞ്ഞേ എന്ന് പറഞ്ഞു പോകും. ഇതിൽ നിന്നും നമുക്കൊരു നിഗമനത്തിലെത്താം. ഈ പ്രയർ അനൗൺസ് ചെയ്തത് അന്നത്തെ സഹോദരി സമാജമാണ്. സഹോദരിമാരാണ് ഈ പ്രയർ വിളിച്ചു കൂട്ടിയത്. മാർക്കോസിന്റെ അമ്മ മറിയയുടെ വീട്ടിലാണ് മീറ്റിംഗ് നടന്നത്. ലോക എന്ന സഹോദരി ആയിരിക്കാം എന്ന് മുൻകൈയിലെത്തുന്നത്. വേറെ തെളിവുണ്ടോ? ഉണ്ട്. അപ്പോസ്തലന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്തു എന്ന് വന്നാൽ എന്താ സ്ഥിതി? ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് പോയി നോക്കിയാൽ മിക്ക വീട്ടിലും ചെറുപ്പക്കാരാരുമില്ല, പുരുഷന്മാരില്ല, എല്ലാം ഒളിവിലാണ്. അപ്പോൾ ഒരു കേസ്, ഒരു ഭീകര അന്തരീക്ഷം വന്നാൽ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യും, പുരുഷന്മാരെല്ലാം മാറിയിരിക്കുക. അപ്പൊ പിന്നെ പ്രയർ അനൗൺസ് ചെയ്യാൻ ആരോ ഉള്ളേ? സഹോദരിമാർ മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു പ്രത്യേകത, സഭയുടെ കഷ്ടകാലം വന്നപ്പോഴൊക്കെ സഹോദരിമാരെ രംഗത്ത് വന്നു. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രൂശിന്റെ അടുക്ക പോയി നിന്നത് സഹോദരിമാരാണ്, പുരുഷന്മാരായില്ല. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ വെളുപ്പിനെ കല്ലറയ്ക്ക് പോയതും സഹോദരിമാരാണ്. സഹോദരിമാർ പോയി കഴിഞ്ഞ സഹോദരന്മാർ പോയത്. അങ്ങനെയെങ്കിൽ സഭയുടെ അടുത്ത കഷ്ടകാലം എന്ന് പറയുന്ന അപ്പോസ്തലർ 12 അവിടെ സഹോദരിമാരാണ് ഈ പ്രയർ അനൗൺസ് ചെയ്തത്. അതുകൊണ്ടാണ് പേരൊന്നും വെളിപ്പെടുത്താത്തത്. സഭ പ്രാർത്ഥിച്ചു. ഇന്നാണെങ്കിൽ പേരില്ലാതെ ഒരു കാര്യം നടക്കുകയാണ്. പേരില്ലെങ്കിൽ ഒന്നിനും ഒരു സഹകരണം ഉണ്ടാകില്ല. പേരിന് ശക്തി. പക്ഷെ ഈ പ്രയറിന് മറുപടി കിട്ടിയ കാര്യം എന്നറിയോ? ആരെ പ്രാർത്ഥിച്ചെന്ന് അറിയാൻ മേല. അതുകൊണ്ടാണ് ആരുടെ പേരില്ല, അതുകൊണ്ടാണ് മറുപടി വന്നത്. ഒറ്റ മനുഷ്യന്റെ പേരില്ല. സഭ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇതിന് മറുപടി വേഗത്തിൽ വന്നു. മനസ്സിലായതിന്റെ വേറൊരു മർമ്മം, പ്രസംഗിക്കാൻ അല്പം അറിവുള്ളവരും പരിചയമുള്ളവരോട്ടെ നല്ലതാണ്. പ്രാർത്ഥിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. ഏത് ബലഹീനനും, ഏത് കഴിവ് കുറഞ്ഞവനും, ഏത് പുതിയ വിശ്വാസിക്കും, ഏത് പ്രായക്കാരനും പ്രാർത്ഥിക്കാം. പ്രസംഗിക്കാൻ അധികം കൊല്ലം പറ്റുകയില്ല. കാരണം സൗണ്ട് കുറെ കഴിയുമ്പോൾ ഡൗണാവും, ആരോഗ്യം കുറയും. എന്നാൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവസാനം വരെ കഴിയും. പല്ല് മുഴുവൻ പോയാലും പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിന് ഞരക്കം പോലും മനസ്സിലാവും. അല്ലേ? ആമേൻ. നടു തളർന്നു പോയാലും പ്രാർത്ഥന തുടരാം. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും പ്രാർത്ഥന തുടരാം. നിങ്ങൾക്ക് ബൈബിൾ വായന അധികം കാലം പറ്റത്തില്ല, കുറച്ചു കഴിയുമ്പോൾ നിന്നുപോകും. പക്ഷെ പ്രാർത്ഥന നിൽക്കുന്നില്ല. നിങ്ങളുടെ ചെവിയുടെ കേൾവി കുറഞ്ഞാൽ നിങ്ങൾക്കൊരു യോഗത്തിന് പോയിട്ട് ഗുണമില്ല. പക്ഷെ പ്രാർത്ഥന തുടരാം. നിങ്ങൾക്ക് എത്ര കാലം ജോലി ചെയ്യാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ടെൻഷനില്ലാത്ത, റിട്ടയർമെന്റില്ലാത്ത ഒരു പരിപാടി ഉണ്ടെങ്കിൽ പ്രാർത്ഥനയാണ്. ആ ഒരു മനുഷ്യൻ പഠിച്ചാൽ വിജയിച്ചു. അവസാനം വരെ ഉപയോഗിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നാവ് മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും നിങ്ങളുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കും. ഒരു സായിപ്പ് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഞായറാഴ്ച ചർച്ചിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു ചെറുപ്പക്കാരൻ നിരാശനായി വഴിത്തെളിയിരിക്കുന്നു. അങ്ങനെ അവിടെ ആരും ഇരിക്കാറില്ല. പെട്ടെന്ന് ഈ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാർ നിർത്തി അവനെ വണ്ടി കയറ്റാമോ? ദേവദാസൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് നോ പാർക്കിംഗ് ഏരിയയാണ്. കർത്താവ് പറഞ്ഞു, ഇവിടെ എങ്കിലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവനെ കയറ്റമാകും. വണ്ടി കുറെ അപ്പുറം ഇവിടെ നിർത്തി തിരിച്ചു വന്ന് ചെറുപ്പക്കാരനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ കൂടെ ഇന്ന് ചർച്ച ചെയ്ത് പറഞ്ഞോളൂ. അവൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ കിട്ടിയെന്നറിയാ, ഞാൻ നിന്റെ കൂടെ വരുന്നു, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞോ. അവനെ കൈ പിടിച്ച് വണ്ടി കയറ്റി. ഒന്നും സംസാരിച്ചില്ല. അവിടെ ചെന്നിറങ്ങിയിട്ട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തിരുന്നോ, ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ചെയ്താലോ. ഇദ്ദേഹം സാധാരണ സർവീസ് ആരംഭിച്ചു. ആരാധന നടന്നു. ചെറുപ്പക്കാരൻ പൊട്ടിക്കരയാണ്. നിനക്ക് എന്തൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവൻ എഴുതിട്ട് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു,
എന്റെ അമ്മ മരിച്ചിട്ട് 8 കൊല്ലമായി. എന്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ എന്നെ പിടിച്ചിവിടെ കൊണ്ടുവന്നത്. ഞാൻ നന്നാകാൻ വേണ്ടി ദീർഘവർഷം എന്റെ അമ്മ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ നന്നാകുന്നത് കാണാതെ എന്റെ അമ്മ മരിച്ചു. എന്റെ അമ്മ മരിച്ചെങ്കിലും എന്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല. നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് ജീവൻ പോയി മണ്ണിൽ ചീഞ്ഞു തീർന്നു കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ബാങ്കിൽ ഇട്ടിട്ട് പോണ പണം തീർന്നു പോകും. നിങ്ങൾ പ്രയർ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോയാൽ അവിടെ കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രയർ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോയാൽ അവിടെ കിടക്കും. നിങ്ങൾ ഇട്ടിട്ട് പോയ പണം മുഴുവനും നിങ്ങൾ 15 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ പണം നിങ്ങളുടെ മകൻ 15 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ നിങ്ങൾ 15 കൊല്ലം പ്രാർത്ഥിച്ച് പ്രാർത്ഥന അവിടെ കിടക്കും. പ്രാർത്ഥന അവിടെ കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ വർക്ക് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ മടക്കിക്കൊണ്ടുവരും. നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതിലേക്ക് വലുത് പ്രയറാണ്. അതിന് ബാങ്കിങ് ഭാഷ ഞാൻ പറയട്ടെ, ഇതിന് പരിചയമുണ്ട്. പ്രയർ ഡിപ്പോസിറ്റ് ചെയ്ത് നോക്ക്, പരിചയം. അത് FD ആയിട്ടൊക്കെ ഇടാതെ വളരെ നല്ലതാണ്. ഇത് ആളുകൾക്ക് ഇട്ടച്ച് പിറ്റേ ദിവസം എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ പലിശ കാണത്തില്ല. ഇട്ടത് അങ്ങനെ ഇങ്ങനെ FD ആയിട്ടൊക്കെ ഇടാതെ നേരെ എത്തിയൊക്കെ ആകും സ്കീമുണ്ട്. നേരെ എത്തിയൊന്നുമല്ല, സ്വർഗത്തിലെ ബാങ്കിങ് സിസ്റ്റം പഠിക്കണം. 3 ഇരട്ടി 4 ഇരട്ടി 10 ഇരട്ടി ഒക്കെ ആയി മാറുന്ന സ്കീമുണ്ട്. പക്ഷെ അത് പഠിക്കണം, സമയം എടുക്കണം. ബിസിയാകാൻ പറ്റില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. അബ്രഹാം എടുത്ത സ്കീം എന്നാന്നറിയാവോ? 25 വർഷത്തേക്കുള്ള ഡിപ്പോസിറ്റ് അബ്രഹാം എടുത്തു. 25 വർഷത്തെ അയ്യോ കിട്ടിയ കൊച്ചെന്നാ കൊച്ച. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. സക്കരിയാവും എലിസബത്തും. അവരെടുത്ത സ്കീം എനിക്ക് തോന്നുന്നൊരു 40 കൊല്ലത്തിലാണ്. പക്ഷെ അവർക്ക് കിട്ടിയ മറുപടി അതുപോലെ ഇതൊന്നും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളിൽ ജോനാനേക്കാൾ വലിയ കാര്യമില്ല. അത് ചുമ്മാ തലവേദന കൊണ്ടൊന്നുമല്ല. ആളുകൾ പറയാ തന്റെ തലവേദനയാണ്. ആരും കൊടുത്തു? എന്റെ അപ്പനും അമ്മയും വർഷങ്ങൾ കരഞ്ഞതാണ്. എന്റെ കണക്ക് പ്രകാരം ഒരു 40 കൊല്ലത്തിൽ ഇത് കരഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കും. ആ വാക്യം വായിച്ചതിൽ വളരെ കരഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് സെക്രട്ടറിയോട് പറയുക. എത്ര കൊല്ലത്തെ? 45 കൊല്ലം പഴക്കരുന്ന പ്രാർത്ഥന മെച്ചതായത് പാലിച്ച അടക്കം വാങ്ങിക്കൊണ്ട് പൊക്കോളാൻ. ആ സ്കീമൊക്കെ പരിചയപ്പെടണം. 3 ദിവസത്തെ സ്കീം, 7 ദിവസത്തെ സ്കീമൊക്കെയാണ് നമുക്ക് പരിചയമുള്ളൂ. അങ്ങനെയൊക്കെ ഉത്തരം കിട്ടും. പക്ഷെ പഴക്കം ചെന്ന പ്രയർ പലിശ കൂടുതലുണ്ട്. നിങ്ങൾ ബൈബിൾ എടുത്ത് ഇനി ഈ ചിന്ത വെച്ചുകൊണ്ട് പഠിച്ചു. പഴക്കം ചെന്ന മുഴുവൻ പ്രാർത്ഥനയ്ക്കും പാലിശ അടക്കം മറുപടി വന്നിരിക്കുന്നത്. ചോദിച്ചതിന് നിനച്ചതിന് വാക്യപരമായ മറുപടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ദൂത് കൂടെ പറയാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് പഴകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ബെറ്റർ ആൻസർ വരാൻ വേണ്ടിയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബെറ്റർ ആൻസർ വരാൻ വേണ്ടിയാണ്. നിന്റെ വീട്ടിൽ ആർക്കും ലഭിക്കാത്ത മറുപടി, നിന്റെ കൂടപ്പുറത്തുകാർക്ക് ലഭിക്കാത്ത മറുപടി, ഇന്നുവരെ ആരും കാണാത്ത മറുപടി നിനക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.